പിന്നെ ഇവര് പെണ്ണിനെ കൊണ്ടുവിട്ടു. വിട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം നല്ലപോലെ നിന്ന് എൻ്റെ ഇനി ഞാൻ പോവുകയില്ല, എനിക്കറിയത്തില്ലായിരുന്നു ഇവൾ ഇങ്ങനത്തോളാ, എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കഴുത്തിലൊരു 5 പവൻ്റെ മാല, ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ മാല, എനിക്കാ തന്നതത്. ഈ പ്രശ്നം അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാ ചെന്നറിയാവോ, വീട്ടിലും ഒരു വണ്ടി എടുത്തിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഉമ്മ ഈ മാല ഉമ്മ വീട്ടിൽ കൊണ്ടുപോക്കോ, ഉമ്മ ഈ മച്ചാൻ ഇനി ഇതും എടുത്തോണ്ട് പോകും, എനിക്ക് തരികയില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. അവർ തന്നെ മേടിച്ചോണ്ട് പോയി. തന്നേരം ഇവിടെ ഇരിക്കട്ടെ, നിനക്ക് 2 പെൺപിള്ളേരല്ലേ, ഞാൻ അന്നേരം തരാം, ഇല്ലെങ്കിൽ നൗഷാദ് നല്ല രീതിക്ക് വരട്ടെ, അന്നേരം തരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അപ്പം നെടുങ്കണ്ടത്തിൽ എൻ്റെ ഉമ്മയും അപ്പം എന്നെ കാണാൻ ഈ പ്രശ്നം അറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കൊടുത്തു വിട്ടിട്ട് 2-3 ദിവസം എന്നോട് നല്ലപോലെ ഇരുന്നിട്ട് രാത്രി എപ്പോഴും വഴക്കം എന്നോട്. നിന്നെ വേണ്ടടി പട്ടി, പോടി ഇറങ്ങി, തെറി പറിച്ച് എപ്പോഴും തെറിയാ. ചുമ്മാ ആഹാരം കഴിച്ചിട്ട് സ്നേഹമായിട്ടിരുന്നാലേയും എന്നെ ഇങ്ങനെ പൊടി പട്ടി നിന്നെ എനിക്ക് വേണ്ടടി പട്ടി. ആ ശരി വേണ്ടേ, നമുക്ക് രാവിലെ വർത്താനം പറയാൻ വെച്ചാൽ കിടക്ക്. ഞാൻ കുടിക്കും. ഈ പ്രശ്നം വന്നേ പിന്നെയാണ് കുടി, അതിനു മുമ്പ് കുടിയൊന്നും ഇല്ലായിരുന്നു. ഈ പ്രശ്നം വന്നേ പിന്നെയാണ് എപ്പോഴും കുടിച്ചിട്ട് നിന്നെ എനിക്ക് വേണ്ടടി പോടി. ഒരു മെൻ്റൽ രീതിയിൽ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ മെൻ്റൽ, എനിക്കല്ല, പക്ഷെ തല തിരിച്ച് എന്നെയാണ് മെൻ്റൽ എന്ന് പറയുന്നത്. എൻ്റെ അമ്മ പറയുന്നു, നമ്മുടെ മകളെ കെട്ടിയതല്ലേ, വന്ന് ആണുങ്ങൾക്ക് തെറ്റ് എല്ലാ ആണുങ്ങൾക്കും പറ്റും, അതുപോലെ മരുമോന് എല്ലാവരും കാണാതെ പോവും, മരുമോൻ ഓപ്പണായിട്ട് പോയി, സാരമില്ല വിട്ടുകളാം, വണ്ടിയൊക്കെ എടുത്തിട്ട് ഓടിക്കൂ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എൻ്റെ വാപ്പ കൂടത്തിരുന്ന് ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ 3 പേരും ഇരുന്ന് തിന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ പോകാൻ പറ്റും, ഇല്ല ഇന്ന് തന്നെ പോകണം, ഇന്ന് വൈകിട്ട് വണ്ടി കയറിയാൽ നാളെ രാവിലെ ഇവിടെ വന്ന് എത്തത്തുള്ളൂ. പറയും വണ്ടിയിലിരുന്ന് ക്ഷീണവും വെച്ചാൽ നാളെ ഇന്ന് തന്നെ പോകണം. ശരിയെന്ന് പറഞ്ഞ് ഞാനും പുള്ളിയുമായിട്ട് വൈകിട്ട് പോകുന്നു. ഈ പൈസ എൻ്റെ കയ്യിലായിരിക്കുന്നത്. ഈ പൈസ ഒരു 2000 രൂപ എടുത്ത് എന്നെ വണ്ടി നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് ആദ്യമേ തീർത്തു. എന്നിട്ട് ഈ 85 83 ഉണ്ട് ബാക്കി. 83 ബാക്കി ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ, അവിടെ വെച്ചിരിക്കുക അലമാരിക്കകത്ത് ഒരാഴ്ച ഞാൻ വണ്ടി എടുക്കുന്നില്ലേ മച്ചാ, എടുത്ത് ചാടിയൊന്നും എടുത്താൽ ശരിയാകത്തില്ല, നമുക്ക് നല്ലത് നോക്കി എടുക്കണം, CC ഇടണം. ഞാൻ വിശ്വസിക്കുന്നു, ശരിയാ എൻ്റെ മച്ചാൻ ഡീസൻ്റ് ആയി എന്നൊക്കെ ഞാൻ അങ്ങ് വീഴുക. പുള്ളിയുടെ പറച്ചിലും കേട്ട് ഞാനും വീഴുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഒരു 8-ാം പക്കം വണ്ടി ഓണർ വലിയ അണ്ണെന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടത്തിൽ കുറച്ച് കാശുള്ളവരാ, പുള്ളി വണ്ടി കച്ചവടമാണ്. ആ പുള്ളിയുടെ മരുമകളും മകനും ആ വണ്ടിയിലുണ്ട്. ആ വണ്ടിയിൽ കൊണ്ടുവന്ന് അവരെന്നെ കാണിക്കുന്നത്, മുന്താജ് ഞാൻ ഈ വണ്ടിയാണ് എടുക്കുന്നത്, കൊള്ളാവോ നോക്കിക്കേ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആണോ അണ്ണ ഈ വണ്ടി? ആ വണ്ടിയിൽ വന്നിട്ട് വണ്ടി ഉടമസ്ഥൻ്റെ അടുത്ത് ചോദിച്ചു, ആണോ അണ്ണ? ഇവനെ എന്നോട് പറഞ്ഞു ഈ വണ്ടി എടുക്കുവാന്ന്. അവരോട് പറഞ്ഞാൽ തന്നെ വണ്ടി എടുക്കുവാന്ന് അവരെ വിശ്വസിച്ച് കൊണ്ടുവന്നത്. അവർ വണ്ടി കച്ചവടക്കാരാ. അദ്ദേഹം വിവാഹിതനാണെന്നും 2 കുട്ടികളുടെ അച്ഛനാണെന്നൊക്കെ അറിയായിരുന്നോ? അപ്പോഴേ അറിയായിരുന്നു. നിങ്ങള് വിവാഹിതയാണോ? ഡിവോഴ്സ് കഴിയുമ്പോ മോന് എത്രയായി? 5.5 വയസ്സായി. അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ചാണോ താമസം, അതോ ഒറ്റയ്ക്കാണോ? അച്ഛനും അമ്മയും ഉണ്ട് കൂടെ? നിങ്ങൾ താമസിക്കുന്ന ഒറ്റയ്ക്കാ അല്ലേ? എവിടാ അത്? ഏറ്റുമാനൂരാ വർക്ക് ചെയ്യുന്നത്. നിയമപരമായിട്ട് ഗിരീഷുമായിട്ടുള്ള ഡൈവോഴ്സ് നടന്നു കഴിഞ്ഞോ? ഡൈവോഴ്സ് ആയിട്ട് അതിനുശേഷമാണോ നിങ്ങൾ തമ്മിൽ നൗഷാദുമായിട്ടുള്ള ബന്ധം ഉണ്ടായത്? അപ്പൊ നൗഷാദുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ടോ സ്വപ്ന? അങ്ങനൊന്നുമില്ല, നേരത്തെ പോലെ അങ്ങനൊന്നുമില്ല. നേരത്തെ പോയിട്ടുണ്ട്, ഒരു തവണ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ്, ഏത് അർത്ഥത്തിലാണ്? ഒരു സുഹൃത്തെന്നുള്ള രീതിയിലാണോ, എങ്ങനെയാണ്? കാരണം ഇവിടെ നമുക്ക് മുംതാസ് പറഞ്ഞതനുസരിച്ച് നിങ്ങൾ തമ്മിലുള്ള ബന്ധം വിടാൻ പറ്റാത്തതാണെന്നും നിങ്ങൾ ഗർഭിണിയാണെന്നും അതുകൊണ്ട് കൂടെ താമസിച്ചേ പറ്റൂ എന്നുള്ളതും പറഞ്ഞ് നിങ്ങൾ അവിടെ പോകുന്നു, നൗഷാദിന്റെ അമ്മയുടെ വീട്ടിൽ കയറി താമസിക്കുന്നു. പിന്നെ നിങ്ങളെ അതെ മുംതാജിന്റെ വീട്ടിൽ പോയി മുംതാജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏതാണ്ട് അവിടെ ഉള്ളൊരു മറ്റൊരു സ്ഥലത്ത് ചുപ്പണ്ണം പാറയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ഒഴിവാക്കി നിങ്ങളെ വണ്ടി കയറ്റി വിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
പോന്നായിരുന്നു. അത് കഴിഞ്ഞ് നൗഷാദുമായിട്ട് ബന്ധമൊന്നുമില്ല? അല്ല, ഫോൺ വിളിച്ചിട്ടുണ്ട്, അല്ലാതെ ബന്ധമൊന്നുമില്ല. തിരുപ്പൂരിൽ പോയി 1.5 മാസം നിന്ന്. അത് കഴിഞ്ഞ് തിരുപ്പൂര് പോയി 1.5 മാസം താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്? തിരുപ്പൂര് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, നൗഷാദിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ചുമ്മാതെ മേഡം 1.5 മാസം അവളുടെ കൂടത്തിൽ നിന്നിട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നൗഷാദ് വന്ന് താമസിക്കും? തിരുപ്പൂരിൽ അവള് ജോലിയേ ചെയ്തിട്ടില്ല, കൂടത്തിൽ 1.5 മാസം. നൗഷാദിന് പണിയൊന്നുമില്ല. തിരിച്ചു കിട്ടാൻ ഭർത്താവിനെ തിരിച്ചു കിട്ടണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ആഗ്രഹം. അപ്പൊ അതിന് നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനൊക്കത്തില്ല. കാര്യം നൗഷാദ് വന്നായിരുന്നെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. ഇതിപ്പം പിന്നെ നെടുങ്കണ്ടത്താണെങ്കിൽ അവിടെ കുടുംബ കോടതിയുണ്ട്, അവിടെ സമീപിക്കുക. പിന്നെ നിങ്ങൾ തങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കുക. അയാളൂടെ വന്നായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാൻ കോടതിയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഹാരം കിട്ടും.